RSSന്റെയും BJPയുടെയും സംഘപരിവാറിന്റെയും നേതാക്കൾ ഇന്ത്യ എന്ന് പറയില്ല, ഒരിക്കലും പറയില്ല, ഭാരതം എന്നേ പറയില്ല. TV ചർച്ച ഇന്ന് രാത്രി ഒന്ന് പോയിട്ട് നോക്കിയാൽ മതി. അത് നോക്കല് ഭയങ്കര ഇടങ്ങറാണ് കേട്ടോ. അതൊക്കെ കേൾക്കുക പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. ഇന്നലെ കുറച്ചു നേരം കേട്ടു. ഇന്ത്യ ഒരിക്കലും പറയില്ല, ഭാരതം എന്നേ പറയുള്ളൂ. ഇതൊരു 10-15 കൊല്ലം ഇപ്പറാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയില് ഇന്ത്യക്ക് 2 പേരുണ്ട്, ഇന്ത്യ എന്നും ഭാരതം എന്നും ഉണ്ട്, രണ്ടും പറയാം. പക്ഷെ നമ്മൾ ഇന്ത്യ എന്നാണ് പറഞ്ഞ് ശീലിച്ചത്. ആ ശീലം പതുക്കെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് അഭ്യർത്ഥിക്കുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഭാരതം എന്ന് പറയരുത്, ഇന്ത്യ എന്നേ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടനയിൽ അങ്ങനെ പറയാവുന്നുണ്ട്. ഒരു 10-20 കൊല്ലം മുമ്പ് നിങ്ങൾ ഭാരതം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ 10-20 കൊല്ലം കഴിഞ്ഞും നമുക്കത് പറയാം. തീർച്ചയായും അതെല്ലാം ആത്മവിശ്വാസത്തോടെ പറയാവുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ഇപ്പൊ അത് പറയണ്ട, ഇന്ത്യ എന്ന് പറയാ നല്ലത്. കാരണം ഇന്ന് നമ്മുടെ ഈ സാധാരണ സംസാരത്തിലും വ്യവഹാരത്തിലുമെല്ലാം ഉള്ള ഭാരതവും ഇന്ത്യയും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാരതമല്ല ഇന്ത്യ എന്നതാണ്. രണ്ടും വേണ്ട. തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു തുടർച്ചയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ ആവർത്തിക്കട്ടെ, ഭാരതമല്ല ഇന്ത്യ. നാം ഇവിടെ സംസാരിക്കുന്നത് ഇന്ത്യയെ കുറിച്ചാണ്. ആ ഇന്ത്യക്ക് എത്ര പ്രായമുണ്ട്? ആ ഇന്ത്യക്ക് നിങ്ങളിങ്ങനെ തലപോകാൻ ആലോചിക്കണം, അവരെ കൊല്ലനെ കണക്കാക്കി ഇതും തലപോയിക്കണം. ആ ഇന്ത്യക്ക് ഒരുപാട് പ്രായമില്ല. ഇന്ത്യ 1947 ആഗസ്റ്റ് 15 ഉണ്ടായിട്ടൊരു കുഞ്ഞാണ്. അതിനുശേഷമുള്ള പ്രായമുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഈ ഇന്ത്യ ഇല്ല, ഇന്ത്യയുണ്ട്. ഇന്ന് നാം സംസാരിക്കുന്ന ഇന്ത്യ ഇല്ല കേട്ടോ, സംശയിക്കണ്ട. ഉണ്ട് എന്ന് കള്ള പറയാം. ഇന്ന് നാം സംസാരിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയെ കുറിച്ചാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് സെക്യുലർ ഇന്ത്യയെ കുറിച്ചാണ്, ഫെഡറൽ ഇന്ത്യയെ കുറിച്ചാണ്, സോഷ്യലിസ്റ്റ് ഇന്ത്യയെ കുറിച്ചാണ്. ഈ നാട്ടിലെ സമസ്ത ജനങ്ങൾക്കും നീതി ഉറപ്പാക്കണമെന്ന് മോഹിക്കുന്ന ഇന്ത്യയെ കുറിച്ചാണ്. ആ ഇന്ത്യ 1947 മുൻപില്ല, അത് 47 ഉണ്ടായില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി നാം ഗാന്ധിയെയാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ട് ഗാന്ധി? ഭാരതമെന്ന ഈ മഹാരാജ്യത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമെടുത്താൽ ഗാന്ധിയെ പോലെ മഹാന്മാരായ നിരവധി ആളുകൾ ഈ രാജ്യത്തുണ്ടായതായി നമുക്ക് കാണാനാകും. എന്തുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി നാം അശോകനെ കാണുന്നില്ല? അശോക ചക്രവർത്തി. എന്തുകൊണ്ട് പൃഥ്വിരാജ് ചൗഹാനെ കാണുന്നില്ല? എന്തുകൊണ്ട് അക്ബറെ കാണുന്നില്ല? എന്തുകൊണ്ട് ശ്രീബുദ്ധനെ പോലും കാണുന്നില്ല? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ബുദ്ധൻ എന്താ ചെറിയ ആളാ? ഗാന്ധിയേക്കാൾ ചെറിയ ആളാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. എന്തുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി നാം ബുദ്ധനെ കാണുന്നില്ല? ഉത്തരം വളരെ സിമ്പിളാണ്. 1947 ഉണ്ടായ ഒരു കുട്ടിക്ക് 2500 കൊല്ലം മുമ്പത്തെ ഒരാൾ അച്ഛനായിട്ടുണ്ടാവുക തരയില്ല. ഇത്രയുള്ളൂ. നമ്മുടെ രാജ്യം അതൊരു പുരാതന രാജ്യമാണ്, അതിന് സംശയം കേട്ടോ. ഇന്ത്യ ഒരു പുരാതന രാജ്യമാണ്, പക്ഷെ ഒരു ആധുനിക രാഷ്ട്രമാണ്. തമ്മിൽ വ്യത്യാസം മറക്കരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് നെഹ്റു പറഞ്ഞതല്ല. ഞാൻ ആ വാചകം ആവർത്തിക്കുകയാണ്. ഇന്ത്യ എന്നത് ഒരു പുരാതന രാജ്യവും ആധുനിക രാഷ്ട്രവുമാണ്. ആധുനിക രാഷ്ട്രം എന്തായി? 47 ആഗസ്റ്റ് 15 ഉണ്ടായത് എന്ന് വെച്ചാൽ ആ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടായതല്ല.
സാധിക്കില്ലല്ലോ. ഇപ്പോ ഇത് നമ്മളോട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കണ പോലെ നമ്മളെ ജനിച്ച ദിവസം ചോദിച്ചാൽ നമ്മൾ വർഷം പറയില്ല അല്ലേ? ഒരു വർഷം പറയും. ഇന്ന 80 ഡിസംബർ 20 എന്ന് പറഞ്ഞു വിചാരിക്കും. അതിന്റെ അർത്ഥം എന്താ? അന്നാണ് ജനിച്ചത്. പക്ഷെ അതിന് മുൻപ് ഒരു ഗർഭകാലമുണ്ട്. അതിപ്പോ കൃത്യമായി പറയാൻ പറ്റില്ല. എന്ന് തുടങ്ങിയത് കൃത്യമായി പറയാൻ പറ്റില്ല. നിങ്ങൾ ജനിച്ച ദിവസമേ കൃത്യമായി പറയാൻ പറ്റും. രാഷ്ട്രം നൽകിയ അവസ്ഥകളൊക്കെ അതുപോലെയൊക്കെ തന്നെ. ഇന്ത്യ എന്ന ആധുനിക മതേതര ജനാധിപത്യ രാഷ്ട്രം ഉണ്ടായത് 47-ലാണ്, ഓഗസ്റ്റ് 15-നാണ്. പക്ഷെ അതിന്റെ ഗർഭകാലം അത് കുറച്ച് പറയില്ല. ആ ആധുനിക രാഷ്ട്രത്തെ ഉണ്ടാക്കിയ ഒരു കാലുണ്ട്. അതങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. വേണമെങ്കിൽ പറയാമെന്നുള്ളത്. ഈ രാഷ്ട്രം എന്തിനാണ് ഉണ്ടായത്? ഇന്ത്യ എന്തിനുണ്ടായി? നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യ ഉണ്ടായത് നെഹ്റുവിന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയല്ല. ഇന്ത്യ ഉണ്ടായത് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാനല്ല, പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാനല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ ആകാനല്ല. പിന്നെ എന്തിനുണ്ടായി? ഇന്ത്യ ഉണ്ടായത് ഒരു ആധുനിക ക്ഷേമ രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായ ലക്ഷ്യം കിട്ടാം, വെറുതെ ഉണ്ടായതല്ല. ഒരു ലക്ഷ്യത്തോടു കൂടി ഉണ്ടായ ആധുനികമായ ഒരു രാഷ്ട്രത്തിന്റെ പേരാണ് ഇന്ത്യ. ആ ലക്ഷ്യം ക്ഷേമരാഷ്ട്രം എന്ന ആ വാക്കിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം. അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒരുപോലെ പോകുന്ന ഒരു സമൂഹം. അതാണ് എല്ലാവർക്കും ഒരുപോലെ ക്ഷേമം ഉണ്ടാക്കുന്ന ഒരു സമൂഹം. അതാണ് ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം. അതെങ്ങനെ ഉണ്ടാവും? നമ്മളൊരു പ്രസംഗിച്ചുണ്ടാവും. നമ്മൾ രാവിലെ വരെ നിന്ന് പ്രസംഗിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ജാഥ നടത്തി, ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ഉണ്ടാവും? അതുണ്ടാവാനുള്ള മാർഗം ഇന്ത്യയുടെ ഭരണഘടന നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ 3-4 ദിവസം മുൻപ് നമ്മുടെ റിപ്പബ്ലിക് ദിനമായിരുന്നു അല്ലെ? ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. വാക്കുകളെല്ലാം ശ്രദ്ധിക്കാൻ കേട്ടോ. എന്താണ് റിപ്പബ്ലിക് ആവുക എന്ന് വെച്ചാൽ അർത്ഥം? പണ്ട് ഡൽഹിയിലെ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയിട്ടുള്ള സബ്ദലക്ഷ്മി എന്ന മഹാനായിട്ടുള്ള ഒരു നാടക പ്രവർത്തകൻ ഉണ്ടായി. 90 ജനുവരി മാസം 1-ാം തീയതി ഡൽഹിയിൽ വെച്ച് ഒരു തിരുവനാടകം കളിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. ആ കവിതയിൽ ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരു ചോദ്യോത്തരം പോലെയാണ്. കുട്ടിയോട് ചോദിക്കും, കുഞ്ഞെ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? കുട്ടിയുടെ മറുപടി വളരെ രസമാണ്. ഡൽഹിയിലുള്ള കുട്ടി, പരിധൂരിലുള്ള കുട്ടി, കുളമുക്കിലുള്ള കുട്ടി ഒക്കെ ഒറ്റ ഉത്തരാട്ടോ പറയാം. പഠിപ്പിന്റെ ഒരു പ്രശ്നം. കുട്ടി പറഞ്ഞത് ആ ദിനം ഞങ്ങൾക്കെല്ലാം ഒഴിവാണ് എന്നാണ്. കുട്ടി മാത്രമല്ല, മാഷന്മാരും ടീച്ചർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അങ്ങനെയൊന്നും പറയണ്ടാവും. ഇത്രയും സ്വാതന്ത്ര്യം എന്താണ്? അന്ന് അവധിയാണ്. ഇപ്പൊ കൊറോണ ചെയ്തതൊക്കെ അവധിയാണ്. റിപ്പബ്ലിക് ദിനമൊക്കെ അങ്ങനെയാണ്. നമുക്ക് അന്ന് അവധിയാണ്. നിങ്ങളെ വാക്കൊന്ന് മനസ്സിലൊന്ന് പറയൂ. റിപ്പബ്ലിക് എന്താ? റിപ്പബ്ലിക് എന്ന് വെച്ചാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ ഇതിന്റെ ഒരു പറമ്പൻ അർത്ഥം പറയാം. ചില അർത്ഥങ്ങൾ വളരെ പറമ്പൻ നാടൻ ഭാഷ നല്ലത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാല് റീപബ്ലിക് എന്നാണ്. ജനങ്ങൾക്ക് തിരികെ കിട്ടിയ ദിവസം. എന്തിന്? ഈ രാജ്യത്തെ. ഇത് വേറെ രാജ്യമാണ്, ഇത് വേറെ ഇന്ത്യയാണ്. ഇന്ത്യ എന്ന ഈ ആധുനിക രാഷ്ട്രത്തെ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് തിരികെ കിട്ടിയ ദിവസമാണ് റിപ്പബ്ലിക് ദിനം. അതിങ്ങനെ അവധിയുടെ മൂടിൽ ഇരിക്കരുത് കേട്ടാ. അവധിയുടെ മൂടല്ല. അതുപോലെ ആരുടെ കയ്യിലായിരുന്നു? തിരികെ കിട്ടിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. നാട്ടിലെ ജനങ്ങൾക്ക് തിരികെ കിട്ടിയ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണത്. അതൊരുപാട് കാലമായിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് 47-ലാണ്. അതിന് ഉറപ്പ് വരുന്നത് 50-ലാണ്. അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ അത് രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു, ജന്മിമാരുടെ കയ്യിലായിരുന്നു, ചക്രവർത്തിമാരുടെ കയ്യിലായിരുന്നു, ഭൂസ്വാമിമാരുടെ കയ്യിലായിരുന്നു.
ഇന്ത്യയിലെ കോടിക്കണക്കായ മനുഷ്യർ നമുക്കറിയുകയും നാം പേരോർക്കാതിരിക്കുകയും ചെയ്യുന്ന കോടിക്കണക്കായ മനുഷ്യർ ചോര കൊടുത്ത് വാങ്ങിയതാണ്, വെറുതെ വാങ്ങിയതല്ല. ഈ നാട്ടിലെ മനുഷ്യൻ കണ്ണീര് കൊടുത്ത് വാങ്ങിയതാണ്, ജീവൻ കൊടുത്ത് വാങ്ങിയതാണ്, ജീവിതം കൊടുത്ത് വാങ്ങിയതാണ്. അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതൊരു ദിവസം ബ്രിട്ടീഷുകാരും മടുത്ത് കൊടുത്തു പോയതല്ല, വഴിയിൽ കളഞ്ഞു കിട്ടിയതല്ല, ചോര കൊടുത്ത് വാങ്ങിയതാണ്. മനസ്സിലായോ? കൊടുത്ത ചോരയുടെ കണക്ക് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നാം കുറച്ചു പേര് മാത്രമേ അറിയുള്ളൂ. പേരറിയാത്ത കോടിക്കണക്കിന് മനുഷ്യരാണ്. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ജീവനും ജീവിതവും കണ്ണീരും ചോരയും കൊടുത്തു വാങ്ങിയ ഒരു മഹാരാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമുക്കിപ്പോ തിരികെ കിട്ടിയിട്ട് 10-15 കൊല്ലമേ ആയിട്ടുള്ളൂ. ആ ഇന്ത്യ 1947 ഉണ്ടായത് വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയാണ്. നമുക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇന്നൊരു മതേതര രാജ്യമാണ്, അല്ലേ? ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ആണോ? യഥാർത്ഥത്തില് ഇതെല്ലാം ചില വാഗ്ദാനങ്ങളാണ്, ചില സ്വപ്നങ്ങളാണ്. എല്ലാം പൂർത്തീകരിച്ചതല്ല, ചില സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ എഴുതി വെച്ചതാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ, വാഗ്ദാനങ്ങളായി എഴുതി വെച്ചതാണ്. ആരുടെ വാഗ്ദാനങ്ങളാണ്? ആർക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ്? ആരാർക്ക് നൽകിയതാണ്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. അതിന്റെ തുടക്കം അതിഗംഭീരമാണ്. ഒരുപക്ഷെ ലോകത്തിലെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലൊരു ഭരണഘടനയുടെ തുടക്കം ഉണ്ടാവില്ല. ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് അങ്ങനെ തുടങ്ങാം. അതിന്റെ മലയാള പരിഭാഷ പേരിലും വീട്ടിലുമൊക്കെ കുട്ടികളുടെ പാഠപുസ്തകത്തിന്റെ 1-ാം പേജിലുണ്ട്. ബി എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് മലയാളത്തിൽ 2 അർത്ഥങ്ങളുണ്ട്. ഞങ്ങളെന്നും പറയും, നമ്മളെന്നും പറയും, രണ്ടും പറയും. നിങ്ങൾ എവിടെയെങ്കിലും ഈ ബി എന്ന വാക്കിന് ഞങ്ങളെന്ന് കേട്ടിട്ടുണ്ടോ? മനസ്സിലായി പറയാം. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇല്ല, എവിടെ ഉണ്ടാവില്ല. അതെന്താ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ അറിയില്ല. ഞങ്ങളെന്നും വി എന്ന വാക്കിന് അർത്ഥമുണ്ട് എന്ന് അറിയാത്ത ആൾക്കാരാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അതെന്താ ഞങ്ങളില്ലാത്തത്? നമ്മളാണ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. നോക്കൂ ആ വാക്കിന്റെ സൗന്ദര്യം, നോക്കൂ ആ വാക്കിന്റെ മഹത്തായ ഭാവന. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഞങ്ങൾ എന്ന് പറഞ്ഞാലോ, നമ്മൾ എന്ന് പറഞ്ഞാലോ, നമ്മൾ എന്ന് പറഞ്ഞാൽ പുറത്തൊരാളില്ല. നോക്കൂ, ഞാനിവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? നിങ്ങൾ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരെ പറയുന്നത്. അപ്പൊ നിങ്ങൾ വേറെ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ എന്ന് പറയുമ്പോ എന്നെ കേൾക്കണ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് പുറത്തുള്ള ആൾക്കാർ വിചാരിക്കും, ഓ ഇവര് ഡിവൈഎഫ്ഐക്കാരെ പറ്റിയാണ് അല്ലെങ്കിൽ CPM-കാരെ പറ്റിയാണ്. ഞങ്ങൾ അതിലില്ല. ഇത് നമ്മളാണ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. അവിടെ ഒന്നുമില്ല, ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയമില്ല, ഭാഷയില്ല, പ്രദേശമില്ല, ഒന്നുമില്ല. നമ്മൾ മാത്രം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ രാജ്യത്തെ എങ്ങനെ കാണുന്നത്? ഒരു ജനാധിപത്യ ഇന്ത്യയായി, ഒരു ഫെഡറൽ ഇന്ത്യയായി, ഒരു സെക്യുലർ ഇന്ത്യയായി, ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യയായി മനസ്സിലാക്കുന്നു എന്നാണ് നാം സ്വയം അത് അംഗീകരിക്കുന്നു എന്നാണ് ആലോചിച്ചത്. ഇതെല്ലാം നേടിയതല്ല കേട്ടോ, നാം മനസ്സിലാക്കേണ്ടത്. 1950 ജനുവരി 26-ന് ഇതെല്ലാം നേടി ഇനി ഒന്നുമില്ല എന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചില വാഗ്ദാനങ്ങളാണ്. ആര് കൊടുത്ത വാഗ്ദാനമാണ്? നെഹ്റുവിന്റെ വാഗ്ദാനമല്ല. ഇത് അംബേദ്കറുടെ വാഗ്ദാനമല്ല. ഇത് ഗാന്ധിയുടെ പോലും വാഗ്ദാനമല്ല. പിന്നെയോ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് ഈ വാഗ്ദാനത്തെ തകർക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല, സംഘപരിവാറിന് കഴിയില്ല. കാരണം ഇതൊരു വ്യക്തിയുടെ വാഗ്ദാനമല്ല, ഇന്ത്യ എന്ന സ്റ്റേറ്റിന്റെ, രാഷ്ട്രത്തിന്റെ വാഗ്ദാനമാണ്. ആ രാഷ്ട്രം ആർക്ക് നൽകിയ വാഗ്ദാനം?
ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുത്തതാണ്. എങ്ങനെ കൊടുത്തു നോക്കൂ. നിങ്ങൾ എല്ലാത്തിനും വില കൊടുക്കണം കേട്ടോ. വില കൊടുക്കാതെ നിങ്ങൾക്കൊന്നും കിട്ടില്ല. നിങ്ങൾ കടയിൽ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വില കൊടുക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വെറുതെ കിട്ടിയതല്ല, വില കൊടുത്തിട്ടുണ്ട്. എന്താ വില? നമ്മൾ ജീവനാണ്, മനുഷ്യരുടെ ജീവനാണ്, ജീവിതമാണ്, ചോരയാണ്, കണ്ണീരാണ്. അതുകൊണ്ടോ അങ്ങനെ ഉണ്ടായ ഇന്ത്യൻ രാഷ്ട്രം അതുണ്ടാക്കിയിട്ടുള്ള മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവനാണ് ഇന്ത്യ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇനി മുതൽ ഈ രാജ്യം നിങ്ങളുടെ ജീവനാൽ ഉണ്ടാക്കപ്പെട്ട ഈ ആധുനിക ഇന്ത്യ ഒരു ജനാധിപത്യ ഇന്ത്യയായിരിക്കും. അങ്ങനെ വന്നതാണ്. ആ ഇന്ത്യ പണ്ടില്ല, ഭാരതത്തിൽ ആ ഇന്ത്യ ഇല്ല, അത് വേറെ ഇന്ത്യയാണ്. ഇത് വരാനുള്ള കാരണം എന്താ? വാഗ്ദാനം കൊടുത്തതാണ്. നിങ്ങളെ കണ്ണീര് കൊണ്ടുണ്ടായ ഇന്ത്യയാണ്. ആ ഇന്ത്യ ഇനി മുതൽ മതേതര ഇന്ത്യയായിരിക്കും. വാഗ്ദാനമാണ്. നിങ്ങളുടെ സൗഹൃദമുണ്ടായതാണ്. ആ ഇന്ത്യ ഇനി മുതൽ ഒരു ഫെഡറൽ ഇന്ത്യയാണ്. മനസ്സിലായോ? വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, ഇന്ത്യ കൊടുത്ത വാഗ്ദാനം. എന്തിന്? അവരുടെ അധ്വാനത്തിന്, അവരുടെ ജീവിതത്തിന് കൊടുത്ത വാഗ്ദാനം. ആ വാഗ്ദാനം 10-75 കൊല്ലം കൊണ്ട് നിറവേറ്റപ്പെട്ടോ? കുറച്ചൊക്കെ നിറവേറ്റപ്പെട്ടു, മുഴുവനൊന്നും കുറഞ്ഞു പോയില്ല. കുറെ നിറവേറ്റപ്പെട്ടു, പക്ഷെ മുഴുവൻ നിറവേറ്റപ്പെട്ടോ? ഇല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോ ജനാധിപത്യം എന്ന് പറഞ്ഞാല് ആളുകൾ കുറെ വിചാരിച്ചിട്ടുള്ളത് ഇതെന്തോ ഒരു നമ്പർ ഗെയിമാണ്. എന്ന് വെച്ചാല് ഇപ്പോ തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കൂടുമ്പോൾ നടക്കുക, അതില് കുറച്ചാൾക്കാർക്ക് ഭൂരിപക്ഷം കിട്ടുക, ഭൂരിപക്ഷം കിട്ടണം, അയാളുടെ കാര്യം നടപ്പാക്കുക. ഇതാണ് ജനാധിപത്യം. യഥാർത്ഥത്തിൽ ജനാധിപത്യമല്ല. ജനാധിപത്യം എന്താ? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോ അതിന്റെ ഒരു വ്യാപ്തിയുണ്ട്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വ്യാപ്തിയിലേക്ക് മുന്നേറാനാണ് ഗാന്ധിയെ പോലെയുള്ള മനുഷ്യരുടെ ഓർമ്മകളെ നാം ഉപയോഗപ്പെടുത്തുന്നത്. എന്താ ജനാധിപത്യം എന്ന് വെച്ചാല്? ജനാധിപത്യം എന്ന് വെച്ചാല് വളരെ സിമ്പിളായി പറഞ്ഞാൽ അത് നിങ്ങളെ കുറിച്ചുള്ള എന്റെ ഒരു കരുതലാണ്. അല്ലാതെ ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്, പ്രസിഡന്റാണ്, മന്ത്രിയാണ്, തന്ത്രിയാണ് എന്നുള്ളതൊന്നുമല്ല. എനിക്ക് നിങ്ങളുടെ മേൽ ഒരു കരുതലുണ്ട്, ഒരു കൺസേൺ ഉണ്ട്. കൺസേൺ ടു അതർ എന്ന് പറയും. മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കരുതൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലേക്ക് ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതമാകെ വികസിച്ചാൽ പിന്നെ ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേരിലുള്ള കലാപങ്ങളില്ല. എനിക്ക് നിങ്ങളുടെ പുറത്തൊരു കരുതലുണ്ട്. എന്താണെന്ന് 75 കൊല്ലം കഴിഞ്ഞപ്പോ ഇന്ത്യയുടെ അവസ്ഥ എന്താ? 5 കൊല്ലം കൂടുമ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അത് കൃത്യ. ചിലപ്പോ 4-3 കൊല്ലം കൂടുമ്പോൾ നടക്കും. പക്ഷെ ഈ കരുതൽ എവിടെ? അതിങ്ങനെ വെള്ളം കയ്യിലെടുത്താൽ ചോരുന്നത് പോലെ ആ വലിയ ആശയം ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക. ജനാധിപത്യത്തിന്റെ വേറൊരർത്ഥം സമത്വം എന്ന്. സമത്വം എന്നാണ് കേട്ടോ, വോട്ടെടുപ്പ് എന്നല്ല. അങ്ങനെ കരുതല്. സമത്വം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയില് ഡോക്ടർ അംബേദ്കർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്. എല്ലാ പ്രസംഗങ്ങളും ഗംഭീരാണ്, എല്ലാതും ഒന്നിനൊന്ന് വെച്ച. അതില് ഒരിടത്ത് അദ്ദേഹം പറയും, എന്താണ് സമത്വം? ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ പ്രസംഗിച്ചുണ്ടാവുന്നതല്ല കേട്ടോ. സമത്വം എന്ന് പറഞ്ഞാൽ 3 സമത്വങ്ങൾ ചേരുന്നതാണ് സമത്വം. ഒന്ന് രാഷ്ട്രീയ സമത്വം, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. രണ്ടാമത്തേത് സാമ്പത്തിക സമത്വം, ഇക്കണോമിക് ഇക്വാലിറ്റി. മൂന്നാമത്തേത് സാമൂഹ്യ സമത്വം. ഈ 3 സമത്വങ്ങളും ചേരുന്നതിനെയാണ് സമത്വം എന്ന് പറയാം. അല്ലാണ്ട് സമത്വം ഇല്ല. ഈ സമത്വം വരുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുക. അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മേൽ ഒരു കരുതൽ ഉണ്ടാവുക. എന്താണ് സമത്വത്തിന്റെ ഒരു അവസ്ഥ?
ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ 3 സമത്വങ്ങളെ ഇതിൽ ആദ്യത്തെ സമത്വം ഉണ്ടല്ല, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, രാഷ്ട്രീയ സമത്വം, അത് നമ്മൾ നേടിയിട്ടുണ്ട്. അത് 47 തന്നെ നേടി. എന്നുവെച്ചാല് 18 വയസ്സായി വോട്ടായി, എനിക്കും നിങ്ങൾക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ആർക്ക് വേണമെച്ചാല് മെമ്പർ ആവാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാം, പ്രസിഡന്റ് ആവാം. എനിക്കും ഒരു വോട്ടാണ്, നിങ്ങൾക്കും ഒരു വോട്ടാണ്, നരേന്ദ്രമോദിക്കും ഒരു വോട്ടാണ്, അദാനിക്കും ഒരു വോട്ടാണ്, ശബരിമല തന്ത്രിക്കും ഒരു വോട്ടാണ്, അല്ലെ, പാളയം ഇമാമിനും ഒരു വോട്ടാണ്, ഒക്കെയാണ്. അത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയാണ്. 2 വോട്ടില്ല. പണ്ടങ്ങനെ കേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ 47 ശേഷം ഉണ്ടായതാണ്. പണ്ടില്ല. പണ്ട് ചിലർക്ക് വോട്ടേ ഇല്ല. ചിലര് രജനീകാന്തിന്റെ മാതിരിയാണ്, ഒരു കടവ് തുറന്നാൽ 100 അല്ല 1 ലക്ഷം കടവ് തവണ പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ പുതിയതാണ്. ആ രാഷ്ട്രീയ സമത്വം നാം 47 ശേഷം നേടി. പക്ഷെ നിങ്ങൾ മറ്റ് 2 സമത്വങ്ങളുടെ ഒരു കാര്യം നോക്കി നോക്കൂ. ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിജീവികളും ഈ സമത്വത്തെ പറ്റി മിണ്ടേയില്ല. അതാതിന്റെ ഒരു കഷ്ടം. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ പറ്റി മാത്രമേ പറയുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക സമത്വത്തിന്റെ സ്ഥിതി അതിങ്ങനെ എന്താ പറയാ, പിടിച്ച പിടികൂടാത്ത മട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത്രയും ഭീമമായി സാമ്പത്തികമായ അസമത്വം ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കൊറോണ കാലത്ത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ സ്വത്ത് വലിയ തോതിൽ വർദ്ധിച്ചു. ഞാൻ അതിന്റെ ആകെ കണക്കൊന്നും പറയുന്നില്ല, കണക്ക് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ മുഷിയും. പക്ഷെ 1-2 കാര്യം പറയണം. മുകേഷ് അംബാനിയുടെ സ്വത്ത് ഇന്ന് കഷ്ടി 7 ലക്ഷം കോടി രൂപയാണ്. 7 ലക്ഷം കോടി രൂപ. ഈ കൊറോണ ഇപ്പൊ തുടങ്ങിയിട്ട് 1 കൊല്ലല്ലേ? കൊറോണ തുടങ്ങുമ്പോൾ അത്രയില്ല. അത് കഷ്ടി 4 ലക്ഷം 5 ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്നു. ഇന്നത് 6-7 ലക്ഷം കോടി രൂപയാണ്. ഞാൻ ചോദിക്കട്ടെ, 7 ലക്ഷം കോടിയില് എത്ര പൂജ്യം തന്നെ? എന്റെ നാട്ടിൽ നിലയൊക്കെ കണ്ട എനിക്ക് അറിയുന്നുള്ളതാണ്. എനിക്കും അറിയില്ല, ഞങ്ങൾക്ക് അറിയുന്നില്ല. നമ്മൾ അപ്പാവികളാണെന്ന്. ഈ 7 ലക്ഷം കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയില്ല ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം മനുഷ്യർ. ഇയാളുടെ സ്വത്താണിത് 7 ലക്ഷം കോടി രൂപ. ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 63 പേരുടെ സ്വത്ത്. എണ്ണ 63 പേരുടെ സ്വത്ത് 19-20 സാമ്പത്തിക വർഷത്തിലെ ഈ രാജ്യത്തിന്റെ ആകെ ബഡ്ജറ്റിനേക്കാൾ അധികം. മനസ്സിലായി? ആകെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ടി 30 ലക്ഷം കോടി രൂപയാണ്. ഈ 30 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ 135 കോടി മനുഷ്യരുടെ ഒരു വർഷത്തെ ആകെ ചെലവ്. നമ്മുടെ റോഡ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ വിമാനത്താവളങ്ങൾ, നമുക്ക് വേണ്ട പണക്കോപ്പുകൾ, നമ്മുടെ ഭക്ഷണം, എല്ലാം 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 30 ലക്ഷം കോടി രൂപ 135 കോടി മനുഷ്യർക്ക്. അതിലെല്ലാവരും പെടും. ഹിന്ദു, മുസൽമാനും, ക്രിസ്ത്യാനിയും, പാഴ്സിയും, ഇതൊന്നുമില്ലാത്തവരും, CPM-ഉം കോൺഗ്രസും ലീഗും BJP-യും എല്ലാവരും പെടും. ഈ 135 കോടി അവരുടെ ആകെ ചെലവാണിത്. അതിനേക്കാൾ അധികമാണ് 63 ആളുകളുടെ സ്വത്ത്. അറിയാം, 75 കൊല്ലം കഴിഞ്ഞു. സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്നെല്ലാം ഈ രാജ്യം ജനങ്ങൾക്ക് വാക്ക് നൽകിയിട്ട് 7 പതിറ്റാണ്ട് പിന്നിട്ടപ്പോ ഇന്ത്യയുടെ അവസ്ഥയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അതിൽ ദോഷമുണ്ടോ? അതാണ് ചോദ്യം. ഇതിൽ ദോഷമുണ്ടോ? എവിടെയെങ്കിലും അതിഭീമമായ സാമ്പത്തിക അസമത്വം ഈ നാടിന്റെ ശാപമാണ് എന്ന രോഷം പ്രകടിപ്പിക്കുന്ന എത്ര പേര് നാം ദിവസം കാണുന്നുണ്ട്? ഞാൻ കണ്ടിട്ടില്ല, കാണുന്നില്ല. ആളുകൾ അത് യൂസ്ഡായി അങ്ങനെയാണ്. നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. എത്രയോ കണക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നരായ 1% ആളുകളുടെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ
അറിയോളൂ, ആ 1% നമ്മളില്ല. ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ കോൺഗ്രസ് ഇല്ല, BJP ഇല്ല. 1% കയ്യിൽ എങ്ങനെത്തി? ഞാൻ വേറൊരു കണക്ക് പറയാം, അത് ഇതുപോലെ ഭീകരമാണ്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ഒരു സിഇഒനെ കഴിയുന്ന ഒരു ഉയർന്ന ഓഫീസർ എന്ന് പറയാം. ഇപ്പൊ ടാറ്റയുടെയോ അല്ലെങ്കിൽ അംബാനിയോ അദാനിയോ ഇതൊക്കെ ഒരു കമ്പനിയിലെ ഉയർന്ന ഓഫീസർ. അയാളുടെ ഒരു വർഷത്തെ വരുമാനം നിങ്ങൾ ഒറ്റ അസസ് ചെയ്ത, ഞാൻ സംഖ്യ എന്ന് പറയുന്നു. ഒരു വർഷത്തെ വരുമാനം, ആ വരുമാനം കിട്ടാൻ നിങ്ങളുടെ ഈ കുളമുക്കിലെ ഒരു സാധാരണ തൊഴിലാളി, ഒരു സ്ത്രീ തൊഴിലുറപ്പിലൊക്കെ പോകുന്ന ഒരു സാധാരണ സ്ത്രീയെ സങ്കല്പിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള ആളെ സങ്കല്പിക്കും. ആ സ്ത്രീ ഈ കോർപ്പറേറ്റ് സിഇഒന്റെ ഒരു വർഷത്തെ വരുമാനത്തിന് തുല്യമായ വരുമാനം ഉണ്ടാക്കാൻ 273 കൊല്ലം പണിയെടുക്കണം. തുടർച്ചയായി ലീവില്ലാണ്ട്. മനസ്സിലായി? നോക്കൂ, അസമത്വത്തിന്റെ ഒരു വ്യാപ്തി, ഒരു ഭീകരത. എന്റെ ചോദ്യം ഇതാണ്, അതിൽ നമുക്ക് രോഷമുണ്ടോ? അതിൽ നമുക്ക് നിരാശയുണ്ടോ? അതിൽ നമുക്ക് ദുഃഖമുണ്ടോ? ഈ രാജ്യം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സമത്വം, സ്വാതന്ത്ര്യം എന്ന വാഗ്ദാനത്തിൽ നിന്ന് ബഹുദൂരം ഇന്ത്യ പിറകിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൽ നിരാശയുള്ള എത്ര പേരുണ്ട് നമുക്കിടയിൽ എന്നതാണ് ചോദ്യം. അത് ഒരു പ്രശ്നമില്ല, അത് അതിന്റെ ഒരു ദുരന്തം. ഒരു പ്രശ്നമില്ലേ? അടിക്കടി ഇന്ത്യയിലെ അതിസമ്പന്നരായ മനുഷ്യരിനെ അവരുടെ സ്വത്ത് പെരുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോ കഴിഞ്ഞൊരു 5-6 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന്റെ ഭരണത്തിന്റെ കീഴില് അത് ലഗാനിലാണ് പോയിക്കൊണ്ടിരിക്കുക. 5-6 പതിറ്റാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിനൊരു നമ്മൾ പറയില്ലേ, നാട്ടില് പറയും, ഈ ഒരല് വിഴുങ്ങുമ്പോൾ ഒരു വിരലിന്റെ മറവ് വേണമെന്ന് പറയും. ഒരു ചെറിയ വിരലിന്റെ മറവൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നുമില്ല, പച്ചക്ക് അതിഭീമമായ തീവെട്ടി കൊള്ള നടക്കുക. അതുകൊണ്ട് ഈ അസമത്വം ഇങ്ങനെ വർദ്ധിച്ചു വരിക. അതുകൊണ്ടാണ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $50 വില ഉണ്ടായിട്ടും ഡീസലിന്റെ വില താഴുന്നില്ല, പെട്രോളിന്റെ വില താഴുന്നില്ല. ഞാനിപ്പോ അതിനൊരു കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് മേൽപ്പെട്ടതിന്, അതെല്ലാം മേൽപ്പെട്ടായതിന്റെ ഭാഗമായിട്ടാണ് കൊറോണ കാലത്തും മുകേഷ് അംബാനിയുടെ സ്വത്ത് 1.5 ലക്ഷം കോടി വർദ്ധിച്ചത്. അതാണ് സാമ്പത്തികമായ അസമത്വത്തിന്റെ ഒരു അവസ്ഥ. ഇനി നിങ്ങൾ സാമൂഹ്യമായിട്ടൊരു അസമത്വം നോക്കൂ, അത് ഇതിനൊക്കെ തമാശയാണ്. ഇതിങ്ങനെ പറഞ്ഞാലെങ്കിലും മനസ്സിലാവും. മനസ്സിലാവും എനിക്കറിയില്ല. മറ്റൊന്നുമല്ല, ഏത് സാമൂഹ്യ അസമത്വം, ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല. സാമൂഹ്യ അസമത്വം ഇങ്ങനെ ഇതിനേക്കാൾ വേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കുക. ഹിന്ദുത്വം അതിന്റെ ഗതിവേഗം വർദ്ധിപ്പിച്ചിരിക്കുക.